കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരബ്രഹ്മമൂർത്തിയായ കാശി വിശ്വനാഥ പ്രഭുവും പരമശിവൻ ഭഗവാന്റെ പത്നിയും ആദിപരാശക്തിയുമായ വിശാലാക്ഷിയും ശ്രീപാർവതി ആണ്. ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ, മഹാവിഷ്ണു, മന്ദക്കര മഹാഗണപതി തുടങ്ങി ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ മൂർത്തികളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. 10 ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ്, മലയാള മാസം തുലാം 28, 29, 30 നടക്കുക. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ്. കൽപ്പാത്തി അഗ്രഹാരം. ഒരു അഗ്രഹാരം, ബ്രാഹ്മണ തെരുവ്, നിങ്ങളെ ഒരു ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള സമാന രൂപത്തിലുള്ള വീടുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാം പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലി പിന്തുടരുന്നു. പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരം കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. 1790കളിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് പലായനം ചെയ്ത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ. പാലക്കാട് രാജാവ് അവർക്ക് കൽപ്പാത്തിയിൽ താമസമൊരുക്കിയപ്പോൾ അവർ കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ചാത്തപുരം, ഗോവിന്ദരാജപുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി എന്നീ 4 അഗ്രഹാരങ്ങൾ കൂടിച്ചേർന്ന് ബ്രാഹ്മണർ ഒരു അഗ്രഹാരം സ്ഥാപിച്ചു. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ്. വേദപാരായണവും സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യത്തെ 4 ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു. ക്ഷേത്രത്തിന് 700 വർഷത്തോളം പഴക്കമുണ്ടെന്നു കരുതുന്നു. അവസാനത്തെ 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി
ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. പുരാതനമായ ഈ ക്ഷേത്രം നിളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. ക്ഷേത്രം 1425 AD-യിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ലു തന്നെയുണ്ട്. ദക്ഷിണാമൂർത്തി, ഗംഗാധരൻ, കാലഭൈരവൻ, ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളിദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ, ഗണപതി, സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപത്തായി ലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട്.